അപ്പോൾ നമ്മൾ കാപ്പി കുടിച്ച് വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുന്നു. ഇനി നമുക്ക് വത്തിക്കാൻ്റെ കാഴ്ചകളിലേക്ക്. അങ്ങനെ നമ്മൾ നടന്ന് വത്തിക്കാൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടോ. എന്തുമാത്രം ജനങ്ങളാണെന്ന് അറിയുക, എത്തി വരികയും പോവുകയും ചെയ്യുന്നത്. വളരെ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് കേട്ടോ. കർശനമായിട്ടുള്ള സുരക്ഷാ പരിശോധന കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൊന്നും ഉരിച്ച് നോക്കില്ല, കയ്യിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാവരും ഇട്ട് സ്ക്രീൻ ചെയ്തിട്ട് ശേഷം മെറ്റൽ ഡിറ്റക്ടർ കൂടി അകത്തേക്ക് കടത്തി വിടും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വത്തിക്കാൻ സിറ്റിയിലാണ്. വത്തിക്കാൻ സിറ്റിയുടെ ക്യാമറ തിരിക്കുമ്പോഴുള്ള കാഴ്ചകൾ നോക്കിയേ. യെസ്, ഈ കാഴ്ച കാണാനാണ് ലോകം മൊത്തം ഒഴുകിയെത്തുന്നത്. ഈ കാഴ്ചയും പോപ്പിനെയും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പോപ്പിനെ കാണാൻ ഇവിടെ വരുമ്പോൾ എല്ലാ ദിവസവും പോപ്പ് അങ്ങനെ അവൈലബിൾ അല്ല. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. നിർമ്മാണ രീതി നമ്മളെ കുറച്ചൊന്നും അല്ല അതിശയിപ്പിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് കാണുന്ന ഈ കണ്ടില്ലേ ബാരിക്കേഡുകളൊക്കെ കണ്ടില്ലേ, ഇതിവിടെ ഭയങ്കര തിരക്കുണ്ടാവുന്ന സമയത്ത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ. താഴെ കല്ലുകളാണ് ഭാവിയിരിക്കുന്നത്. അത് നടന്നു വരുന്ന വഴികളൊക്കെ നമുക്ക് അത്തരത്തിലുള്ള കാണാൻ കഴിയുന്നത്. ഇപ്പൊ നൈമ ഭയങ്കര തിരക്ക് കുറവാണ്. ഇതിപ്പോ ഇത് സത്യം തിരക്ക് കുറവാണ്. രാവിലെ സമയം ആണ്, ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പൊ ശരിക്കും പോപ്പ് ബുധനാഴ്ചകളിൽ നമുക്ക് പോപ്പ് ആക്ച്വലി ബുധനാഴ്ചകളാണ് വരുന്നത്. അതായത് പോപ്പിന്റെ റെസിഡൻഷ്യൽ പാലസ് ഇതിന്റെ ബാക്കിലാണുള്ളത്. ഓക്കെ, പോപ്പ് ഈ ഓഡിയൻസിലേക്ക് വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച വരും. പിന്നെ അതേപോലെ അവിടെ വേറൊരു ഹാളുണ്ട്. അവിടെ നമുക്ക് തലേന്ന് പോയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചാൽ പോപ്പ് ക്ലോസ്ഡ് ഒരു 1000 വലിയൊരു ഹാളാണ്, വലിയ ഓഡിറ്റോറിയം. അതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം ഉണ്ടാവും. പോപ്പിന്റെ ഇതും കുർബാനയും കാര്യങ്ങളൊക്കെ മാസും പരിപാടിയും കാര്യങ്ങളൊക്കെ അത് വേറെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതല്ലാണ്ട് ഓഡിയൻസിലേക്ക് വരും. ഇതിന് പാസ് ഒന്നും വേണ്ട. ബുധനാഴ്ച വന്നാൽ ഇതിനുള്ളിൽ കൂടെ നടക്കും. ഇതിലൂടെ ഒന്നിലെ വണ്ടിയിലായിരിക്കും നല്ല വയസ്സാണ് വണ്ടി. അല്ലെങ്കിൽ ചില സമയത്ത് അവിടെ ഇത് കണ്ടോ, ബാൽക്കണിയിലേക്ക് പുറത്തേക്ക് വന്നിട്ട് ആൾക്കാർ അവിടെ നിൽക്കുന്നു. 25 വർഷത്തെ കൂടുതൽ തുറക്കുന്ന ഒരു ഡോർ ഉണ്ട്. ആ ഡോർ ഈ വർഷമാണ് തുറന്നത്. ഈ ഒരു വർഷം മാത്രം. ഇനി അത് തുറക്കാൻ അടുത്ത് 25 വർഷം കഴിയണം. 25 വർഷത്തിൽ തുറക്കുന്ന വാതിലല്ലേ തുറന്നിട്ടുണ്ട്, നമ്മൾ കാണാൻ പറ്റില്ലേ? അവിടെ ഈ കാണുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇവിടെ പല ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് മാർപ്പാപ്പ ഇവിടെയും വന്ന് നിന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്യാറുണ്ട്. Per intercessione dell'Apostolo Pietro, li confermi nella fede e ti benedica Dio Onnipotente, Padre e Figlio e Spirito Santo.
Il Signore vi accompagni nel ritornare alla vostra casa. Andate in pace. ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴേ നമ്മൾ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ പറയേണ്ട കാര്യമില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു വലിയൊരു ഭാഗ്യമുണ്ടായിരുന്നു. 25 വർഷം 50 വർഷമൊക്കെ കൂടുമ്പോൾ തുറക്കുന്നൊരു വാതിലുണ്ട് ഈ ചർച്ചിൽ. അതായത് പോർട്ട സാന്ത എന്നാണ് പറയുന്നത്. കത്തോലിക്ക വിശ്വാസികൾക്ക് അതറിയാം. ആ വാതിലിൻ്റെ പ്രത്യേകതകളെല്ലാം തന്നെ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം ഇതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ടൈമിലാണ്. അപ്പോൾ ഓരോ 25 വർഷം 50 വർഷം കൂടുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആ ഡോറ് തുറക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാതിലിലൂടെ കടന്നു കഴിഞ്ഞാൽ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് പറയുന്നത്. 2 സെക്ഷനായിട്ടാണ് അവർ തിരിച്ചേക്കുന്നത്. ഇത് സെപ്പറേറ്റ് പോർട്ട സാന്തയിൽ കൂടി കടക്കുന്നവർക്കും സെപ്പറേറ്റ് തന്നെ ഒരു ഏരിയ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. വന്ന സമയത്ത് അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തതിന് ശേഷം മൊത്തം ചുറ്റിക്കറങ്ങി കാഴ്ചകൾ കണ്ടു എന്നുള്ളതാണിത്. ഈച്ച് ആൻഡ് എവറി കോർണറിലും നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് ഇത് കാണാൻ സാധിച്ചത്. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അതിൻ്റെ ആ ഒരു പ്രൗഢിയും ഗാംഭീര്യമൊക്കെ എല്ലാം എന്ത് തന്നെയാണെന്ന്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് കേട്ടോ എല്ലാ വർഷവും എത്തിച്ചേരുന്നതെന്നാണ് പറയപ്പെടുന്നത്. നമുക്കിവിടെ കാണാം ഓരോ കമ്പനികളുടെ ഗ്രൂപ്പ് ടൂറുകളും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. 1452 ഇത് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം പല പ്രാവശ്യങ്ങളായിട്ടുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇത് ഭാഗമായിട്ടുണ്ട്. അതിനുശേഷമുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഈ വാതിൽ. ഞാനും അതിലൂടെ കടന്നുപോയി അകത്ത് പോയി കാഴ്ചകളെല്ലാം തന്നെ കണ്ടു. തീർച്ചയായിട്ടും ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ കാണുന്ന എല്ലാ പള്ളികളും അമ്പലങ്ങളും എല്ലാം
അത് ഏതൊരു മതവിശ്വാസമായിരുന്നാലും തീർച്ചയായിട്ടും ഞാൻ അതിനെ പൂർണ്ണമായിട്ടും മാനിച്ചുകൊണ്ട് എല്ലാവിധ റെസ്പെക്റ്റോടും കൂടി തന്നെയാണ് അകത്ത് കയറി കാണുന്നത്. അവർ തൊപ്പി വെച്ചപ്പോൾ അവർ പറഞ്ഞത് തൊപ്പി പാടില്ല എന്നാണ് പറഞ്ഞത്. വളരെ റെസ്പെക്റ്റ് പൂർവ്വമാണ് പറഞ്ഞത്. തൊപ്പിയൊക്കെ മാറ്റി വെച്ച് കുറേ ഫോട്ടോസും വീഡിയോസും വരുന്നവരെല്ലാം തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അതിശയത്തിലാണ് ഞാൻ ഇതിനെ നോക്കി കാണുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഇവിടെ വരണമെന്നുണ്ട്. തീർച്ചയായിട്ടും ഗ്രൂപ്പ് ടൂറുകളുടെ ഭാഗമൊക്കെ ആയിട്ട് ഞാൻ എത്തും. പോസ്റ്റ് ഓഫീസും ഇവിടുന്ന് പോസ്റ്റ് കാർഡും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചയക്കാം. പോപ്പിനെ കാണാൻ വന്നിട്ട് പോപ്പിനെ നേരിട്ട് കാണാൻ പറ്റില്ല. പോപ്പിൻ്റെ ഫോട്ടോ എടുത്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കാം അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഇനിയും വരും. അതുപോലെ തന്നെ ഇത് കാണുന്നത് ഏത് മതവിശ്വാസികളായിരുന്നാലും തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇത്തരം കാഴ്ചകളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. നമ്മുടെ മൈൻഡിന് ഒരു പ്രത്യേക രീതിയിലേക്ക് മാറ്റപ്പെടും. നമ്മളിപ്പോൾ പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനവും ഉണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ അനുഭവിച്ചറിയാൻ സാധിക്കും. അതൊരു വലിയ ഭാഗ്യമാണത്. ഇവരിത് അടുത്ത് വന്നിട്ട് ഇത് പോപ്പായിട്ട് കണ്ട ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്? ശ്രീനാരായണ ഗുരു മഠത്തിന്റെ 100ാം വാർഷികമായിട്ട് അനുബന്ധിച്ച് നാട്ടിൽ നിന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ക്ലോസ്ഡ് സർക്കിൾ പ്രോഗ്രാം ആയിരുന്നു. ഇതിന്റെ ബാക്ക് സൈഡിൽ പാലസിനുള്ളിൽ ഇതിന്റെ ബാക്കിലാണ് പോപ്പ് താമസിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ബാക്കിലാണ് പോപ്പ് താമസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങി വരുന്ന വഴിക്ക് നല്ലൊരു സോവനീർ ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പോസ്റ്റ് കാർഡ്സ് ഒക്കെ മേടിച്ച് നമുക്ക് നാട്ടിലേക്കോ അല്ലെങ്കിൽ ലോകത്തെ എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇവിടുത്തെ ഓർമ്മയ്ക്കുള്ളതായിക്കോട്ടെ, എല്ലാം നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ സാധിക്കും. ഇവിടെ പൊന്തകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗ്ലാസുകൾ, ഫ്ലാസ്കുകൾ, ബുക്സ്, ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ എത്തുന്നവർക്ക് ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സുവനീർസൊക്കെ മേടിച്ച് കൊണ്ടുപോകാവുന്നതാണ്. അങ്ങനെ ഇവിടെ നിന്നൊരു മാർപ്പാപ്പയുടെ ഒരു പോസ്റ്റ് കാർഡ് മേടിച്ചിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ആൻ്റണി ഇത് അയക്കേണ്ട ഇത് എപ്പോഴെങ്കിലൊക്കെ നാട്ടിൽ കിട്ടുമായിരിക്കും എന്തായാലും. ഓക്കെ, പോപ്പിൻ്റെ കൂടെ സെൽഫി എടുക്കാൻ പറ്റിയില്ല, പക്ഷെ പോപ്പിൻ്റെ ഒരു കാർഡ് ഞാൻ അയക്കണേ. അപ്പോൾ ആൻ്റണി ഇത് കിട്ടുമ്പോൾ അറിയിക്കണം കേട്ടോ. വത്തിക്കാനിൽ നിന്നുള്ളൊരു ഗിഫ്റ്റാണ്. അപ്പോൾ പോപ്പിൻ്റെ ബ്ലെസ്സിങ് ഫോട്ടോ ഉണ്ട്. വേറെ കുറേ പോപ്പിൻ്റെ പല ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല. ഇതാണ് എടുത്തത്. യെസ്, സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കയ്യിൽ വെച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടുന്ന് പോകാൻ തോന്നണില്ല. നെയ്മ് ഇത് നിൽക്കാൻ സമയമില്ല, സമയം കുറവാണ്, കുറേ കാണാനുണ്ട്. ഞാൻ പറഞ്ഞ ഇതിന് കുറച്ച് സമയം എനിക്ക് വേണം, ബാക്കിയൊക്കെ കുറച്ചൊന്ന് ഓടി നടന്ന് കാണാം. കാരണം ഇറ്റലി എന്ന് പറഞ്ഞാൽ അറിയാലോ, പിസ ഗോപുരം അല്ലേ, ചെരിഞ്ഞ ഗോപുരം, അതൊക്കെ കാണണം. പക്ഷെ നമ്മൾ അതിന് മുമ്പ് പ്രയോറിറ്റി കൊടുത്തത് വത്തിക്കാൻ കാണാൻ തന്നെയായിരുന്നു. അത് നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ പഠിച്ചത് മാള സൊക്കോസ കോൺവെൻറ്റിലാണ്. എന്നും പോകുമ്പോൾ അവിടെ പള്ളിയിലൊക്കെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ പോകുമ്പോൾ കൂടെ പോകും. ചമ്മരകളിലൊക്കെ മറ്റേ ഇതിനകത്ത് മാലാകന്മാർ വെച്ചിട്ട് വെള്ളം അവർ തൊട്ട് വരട്ടുമ്പോൾ നമ്മളും തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ വന്ന സമയത്ത് മാള സെൻറ് ആനീസ് സ്കൂളിലായിരുന്നു കേട്ടോ പഠിച്ചത്. അപ്പോൾ ആ സമയത്തും അതിന് ഓപ്പോസിറ്റ് തന്നെയാണ്, അറിയാമല്ലോ, പള്ളിയും. അപ്പോൾ ആ സമയത്തൊക്കെ കുറുമ്പ് കാരണം കൊണ്ട് വെക്കേഷൻ ഈ ഇൻ്റർവെൽ സമയത്ത്, വെക്കേഷൻ കേട്ടോ, ഇൻ്റർവെൽ സമയത്ത് പോയിട്ട് അവിടെ കല്ലറയമാണ് കിടന്നിരുന്നത്. നല്ല കല്ലറയുമ്പോൾ നല്ല മാർബിളൊക്കെ പതിപ്പിച്ച് കഴിയുമ്പോൾ ഒരു തണുപ്പൊക്കെ ആണല്ലോ. അന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സായിരുന്ന സലി മാടലോട് അതുപോലെ ഷാജു അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ പോയി അവിടെ പോയി അങ്ങനെയൊക്കെ കുറുമ്പുകളൊക്കെ കാണിച്ചിരുന്നു. ആ ഒരു സമയത്ത് കല്ലറയുമ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ കൊണ്ടുവരുമായിരുന്നു, അവിടെയുള്ള മെഴുകുതിരിയൊക്കെ എടുക്കുമായിരുന്നു. അന്നറിയാത്ത പ്രായത്തിലാണ്. ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ. വത്തിക്കാനി വന്നപ്പോൾ മനസ്സ് തുറന്നതാണ്. അവിടെ കുമ്പസാരക്കൂടുകളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്തായാലും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ ചെറുപ്പം മുതൽ
ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടു വന്നതിൻ്റെ പേരിലും നമ്മുടെ വലിയ സുഹൃത്ത് വലയങ്ങൾ അവരൊക്കെ ആഗ്രഹിക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ നിന്നിട്ട് പലരെയും വിളിക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പം ഇനി അടുത്ത കാഴ്ചകളിലേക്ക്. നമ്മൾ നേരത്തെ വന്ന വഴി ഇതല്ല കേട്ടോ, വന്നതും പോകുന്നതും രണ്ട് വഴിയാണ്. അങ്ങനെ നമ്മൾ വത്തിക്കാൻ സിറ്റിയോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. എൻ്റെ ബാക്കിൽ ശ്രദ്ധിച്ചു, നമ്മളിങ്ങനെ അവിടെ നിന്ന് ദൂരം കൂടുന്തോറും ആ ബാക്കിലെ ഇതിൻ്റെ ആ ഡോമിൻ്റെ ഇത് ഹൈറ്റ് കൂടി വന്നതായിട്ട് തോന്നിക്കും കേട്ടോ. അടുത്തിടുന്തോറും അത് ചെറുതായി വരും. കുറേ അധികം കാഴ്ചകൾ നമ്മൾ പകർത്തിയിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നല്ല ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. 360 ക്യാമറയിലെടുത്ത വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വശമൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ രീതിയിലുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല. ഇനി ഈ സ്ട്രീറ്റിലൂടെ ഒന്ന് നടക്കണം, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, ഒന്നും പറയാനില്ല.